ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എവിടെ കൊണ്ട് എത്തിക്കണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടി പിടിച്ചിരിക്കുകയാണ്. യൂട്യൂബിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് ഉറക്കം വരും. ഇപ്പം തന്നെ എൻ്റെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഞാൻ ഉറങ്ങി തൂങ്ങിയിരിക്കുകയാണെന്ന്. രാവിലെ മുതലേ തുടങ്ങിയതാണ് ഇന്ന് വ്ളോഗ് എടുക്കണം, ഇന്ന് വ്ളോഗ് എടുക്കണം, ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ എന്തിന്റെ ക്ലാരിഫിക്കേഷൻ ആണെന്നുള്ളത് ഞാൻ പറയാം. വേറെ ഒന്നുമല്ല, നമ്മളുടെ യൂട്യൂബിനകത്ത് നമ്മൾ കുറച്ച് ഗിവ് അവേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എക്സാക്ട്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മാസം എൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗിൽ നിന്നാണ്. അപ്പോൾ ബർത്ത്ഡേയുടെ വ്ളോഗിൽ ഞാൻ ആ മാസം ആർക്കൊക്കെയാണോ ബർത്ത്ഡേ വരുന്ന അവർക്കൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു കുറച്ച് ഗിഫ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗിഫ്റ്റിന് ഇതൊരു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഒരു വിന്നറിനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതാരാന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ രണ്ട് ഐറ്റംസിന്റെ ഒരു ഗിവ് അവേയും കൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വിന്നറിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വിന്നർ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ എന്തുകൊണ്ടാണ് അവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാത്തെന്നുള്ളത് ഞാനിപ്പോ പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മന്ത് തന്നെ നമ്മൾ ചോക്ലേറ്റ് ഹാമ്പറിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അറിയാലോ. ഒരുപാട് ആൾക്കാർ എക്സൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. കാരണം നമ്മൾ ട്രോളി നിറച്ചും ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ചോക്ലേറ്റ് അതിനകത്തുള്ളത് ഒരാൾക്ക് തന്നെ കൊടുക്കേണ്ട, രണ്ട് മൂന്നാൾക്കായിട്ട് കൊടുത്തുവിടുന്ന എന്റെ വ്യൂവേഴ്സും അല്ലെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സും തന്നെയാണ് അതിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാനും തീരുമാനിച്ചു 3 പേർക്കായിട്ട് കൊടുക്കാം. കാരണം അത്രമാത്രം ചോക്ലേറ്റ്സ് അതിനകത്ത് ഉണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ നമ്മളത് 3 പേർക്കായിട്ട് വീതിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിനുശേഷം ഇപ്പോൾ രണ്ട് ഗിഫ്റ്റിന്റെ ഞാൻ ആ വീഡിയോ ഇവിടെ സൈഡിൽ കാണിക്കുന്നത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടും കൂടെ കാണിക്കാം. അപ്പം അതിന്റെ വീഡിയോസിൽ നമുക്ക് കിട്ടിയിട്ടൊരു വിന്നർ ഉണ്ടായിരുന്നു. അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്കും നോർമലി നമുക്ക് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ പുതിയ പുതിയ ആൾക്കാർക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. സഡൻ ഓഫ് ഞാൻ നോക്കുമ്പോഴത്തേക്കും കൊടുത്ത ഒരാൾക്ക് തന്നെയാണ്. അപ്പം അതിൽ എനിക്കൊരു പ്രശ്നമല്ല. നമ്മളെ പാർട്ടിസിപ്പേഷനിൽ കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഓൾറെഡി എന്റെ ബർത്ത്ഡേ ഇട്ടിട്ടുള്ള വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗിഫ്റ്റ് കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ അവരെ ഒഴിവാക്കത്തില്ല. അതുകൊണ്ടല്ല കേട്ടോ ഞാൻ ആ ഗിഫ്റ്റ് കൊടുക്കാത്തത്. അപ്പൊ നമ്മളുടെ രണ്ട് വിന്നേഴ്സിനെ ഞാൻ കണ്ടെത്തിയതിനു ശേഷം വെറുതെ ഒന്ന് ഞാൻ ഈ വിന്നറിനെ അനൗൺസ് ചെയ്തതിന് ശേഷം എനിക്ക് ആ ബുദ്ധി തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വെറുതെ പോയിട്ട് അവരുടെ കമന്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് ആകെ പടെ കമന്റ് ചെയ്തിട്ടുള്ളത് ഒരാള്. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കൂടെ സൈഡിൽ കൊടുക്കാം. അതിലൊരാൾ കമന്റ് ചെയ്തിട്ടുള്ള ആകെ നമ്മുടെ ഗിവ് അവേയുടെ വീഡിയോസിൽ മാത്രമാണ്. രണ്ടാമത്തെ വിന്നർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ ഏകദേശം 200-300ഓളം വീഡിയോസ് ഉള്ളതിൽ വെറും 4 കമന്റ് ആയിട്ടുള്ളത്. അതിൽ 3 കമന്റ് ഇട്ടിരിക്കുന്നത് ആ ഗിവ് അവേ വീഡിയോയിലും വേറൊരു വീഡിയോയില് ഒരു വ്ളോഗിലുമാണ് വേറെ കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പം എന്റെ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഒത്തിരി കമന്റുകൾ, ഐ മീൻ ഡെയിലി ബേസിസിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് പോലും മുടങ്ങാതെ തെറ്റാതെ എന്നെ വാച്ച് ചെയ്ത് എനിക്ക് എന്റെ വിശേഷങ്ങൾ കറക്റ്റിന് മനസ്സിലാക്കി അല്ലെങ്കിൽ എന്റെ വീഡിയോയുടെ ത്രെഡ് എന്താണെന്ന് മനസ്സിലാക്കി എനിക്ക് കമന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്നും ചൂസ് ചെയ്യാതെ റാൻഡംലി ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്റെ വീഡിയോസിന് അത്ര വാല്യൂ തരുന്നുള്ളൂ, എനിക്ക് അത്ര അംഗീകാരങ്ങളെ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഞാൻ എന്നും പറയാറുണ്ട് അർഹിക്കുന്നവർക്കാണ് കിട്ടേണ്ടതെന്നുള്ളത്. അപ്പൊ അർഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പേര് എനിക്കിപ്പോ എന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ഞാൻ എടുത്ത് പറയുന്നില്ല. അത് ചിലപ്പോ ഞാൻ കാണാതെ വിട്ടുപോയി ഏതെങ്കിലും കമന്റ് സ്ഥിരമായിട്ട് എനിക്ക് ഇടുന്ന ആൾക്കാരുണ്ട്, അവർക്കത് വേദനയാവുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കി, ഈ രണ്ട് വ്യക്തികൾ കൊടുക്കണ്ട, അതായത് അവർക്ക് മാത്രമായിട്ടുള്ള ഒരു ഇതല്ല കേട്ടോ, ഒരു റിമൈൻഡർ അല്ല ഞാൻ കൊടുക്കുന്നത്. എന്റെ വ്ളോഗും അല്ലെങ്കിൽ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന എന്റെ സബ്സ്ക്രൈബ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഞാൻ തിരിച്ച് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ആരും ചെയ്യുന്നില്ല. അപ്പം എന്റെ അടുത്ത് ഒത്തിരി എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എന്റെ റിലേറ്റീവ്സ് ആണ് കൂടുതൽ ചോദിക്കുന്നത് എന്തിനെങ്ങനെ കുറെ ഗിഫ്റ്റ് ഒക്കെ എല്ലാവർക്കും വെറുതെ കൊടുക്കുന്നതെന്ന്. അപ്പൊ ഇത് വെറുതെ കൊടുക്കുന്നതല്ല എന്നുള്ളത് ഞാനൊന്ന് പറയട്ടെ. ഞാൻ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എനിക്കിപ്പോ ഏകദേശം ഒരു 30K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ടല്ലോ. അതെല്ലാം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. അപ്പം അതില് ഈ പറഞ്ഞ കണക്ക് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് കമന്റ് ചെയ്ത് എന്നെ വാച്ച് ചെയ്ത് എന്നെ നല്ല രീതിക്ക് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അതിൽ എന്ത് മാറ്റങ്ങൾ എനിക്ക് എന്റെ വീഡിയോസിൽ വന്നാലോ, അല്ലെങ്കിൽ ഞാനൊരു പുതിയ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ടൊരു സാധനം ഓർണമെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്കൊരു പ്ലഷർ ആയതുകൊണ്ട് ആ എന്റെ സന്തോഷത്തിനാണ് ഞാൻ തിരിച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ ആ ഗിഫ്റ്റ് ഞാൻ കൊടുക്കുമ്പോൾ അത് അർഹിക്കുന്ന ആൾക്കാർക്ക് കിട്ടണമെന്നുള്ളത് എന്റെ മാത്രമല്ല, അത് കൊടുക്കുന്ന എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ രണ്ട് വിന്നേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വലിയ സുഖം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ആ വിന്നേഴ്സിന് അത് കൊടുക്കാത്തത്. പകരം ഞാൻ ഇന്ന് ഈ വ്ളോഗിലൂടെ തന്നെ നമുക്ക് ലൈവായിട്ട് രണ്ട് വിന്നേഴ്സിനെ നമുക്ക് കണ്ടെത്താം. എന്നിട്ട് അവർക്ക് ഞാൻ എന്താക്കാം, അത് അയച്ചു കൊടുക്കാം. അത് ഞാൻ നോക്കും വെറുതെ ഒന്നും ഞാൻ ആ വിന്നറിനെ കണ്ടെത്തിയിട്ട് അവർക്ക് അത് കൊടുക്കത്തില്ല. അപ്പം ഞാൻ അത് ആരെ കണ്ടെത്തുന്നുള്ളത് ഞാൻ ഇവിടെ സൈഡിൽ തന്നെ, മീൻസ് ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ടാവും. ആ വിന്നറിനെ ഇതിൽ തന്നെ ഞാൻ എന്താക്കും അനൗൺസ് ചെയ്യുന്നതും ആയിരിക്കും. നിങ്ങൾ അവസാനം വരെ കാണുക. നമുക്ക് മൊത്തം 3 ഗിവ് വേണ്ടി ഒരു ഗിവ് അവേയിലെ വിന്നറിനെ ഞാൻ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മളുടെ ബർത്ത്ഡേയുടെ ഡിസംബറിൽ ബർത്ത്ഡേ വരുന്ന ഒരു ആൾക്ക് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്റെ ബർത്ത്ഡേ വ്ളോഗിൽ. ആ സാധനം ഞാൻ ഒരാൾക്ക് ഓൾറെഡി കൊടുക്കാനുള്ളത് ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള രണ്ട് വിന്നറിനെയാണ് നമ്മൾ വ്ളോഗിൽ കാണിക്കുന്നത്. അതിന്റെ ഒപ്പം എനിക്ക് കുറച്ച് പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ അതുകൂടെ ഞാൻ പൊളിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ഗിവ് അവേസ് വരുന്നുണ്ട്. അത് ഞാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്. ആ ഗിവ് അവേസ് എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ കൊല്ലം, അതായത് ഓണത്തിന്റെ സമയത്താണ് ഞാൻ ആ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ വിശ്വസിക്കോ, ഓണം കഴിഞ്ഞു പോയിട്ട് ഇപ്പൊ ഏകദേശം എത്ര മാസമായിട്ടുണ്ട്, 5-6 മാസമായിട്ടുണ്ട്
ഉണ്ടല്ലോ, ആ 5-6 മാസം മുന്നെയാണ് ഞാൻ ഈ ഗിവ് അവേന്റെ എല്ലാ വീഡിയോകളും എടുത്ത് തീർത്തിട്ടുണ്ടായിരുന്നത്. എത്ര സാധനങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ, അത്രയധികം സാധനങ്ങൾ വെച്ചിട്ട് ഗിവ് അവേ കംപ്ലീറ്റ് ചെയ്ത് ആ വീഡിയോ വരെ ഞാൻ എന്താക്കി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് അത് പോസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവ് അവേനെ കുറിച്ചിട്ട് എനിക്കുള്ള ക്ലാരിറ്റി എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കില്ല. ആ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം നമ്മളിത് തരുമ്പോഴത്തേക്കും നമ്മളെ ഉള്ളിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. അത് കിട്ടാണ്ടാവുമ്പോൾ നമ്മളും വിഷമിക്കുന്നത് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വെറുതെ കിട്ടുന്നതല്ലേ, ഞാൻ ചുമ്മാ കൊടുക്കണമെന്നല്ല. ഞാനും കുഞ്ഞിലെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്ക് ഇതുപോലെ ആരെങ്കിലും ഫ്രീക്ക് ഒരു മുട്ടായി തരണം, ഫ്രീക്ക് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു 10-22 വയസ്സിലൊന്നും എനിക്ക് ഈ പറഞ്ഞ കണക്ക് ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ഇപ്പോഴായിട്ടാണ് എന്താ പറയാ, എനിക്ക് കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയതും എനിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കിട്ടാൻ തുടങ്ങിയതൊക്കെ. നിങ്ങൾക്ക് ഞാനിത് വെറുതെ തന്നെ തരാം. നിങ്ങൾക്ക് എന്താ പ്രത്യേകിച്ച് ഒരു പൈസ ചെലവുമില്ല. ആകെ ഒരു 5 മിനിറ്റ് മതി, അല്ലെങ്കിൽ 2 മിനിറ്റ് മതി. നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് കയറിയിട്ട് എന്റെ വീഡിയോസ് ഒരു 15 സെക്കൻഡ് ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. കൂടി പോയി കഴിഞ്ഞാൽ 1 മിനിറ്റുള്ള ഒരു ഷോർട്സ് ഒക്കെ അല്ലേ ഉള്ളൂ. അത് കാണുക, ജസ്റ്റ് ഒരു കമന്റ് അടിക്കുക, ലൈക്ക് അടിക്കുക, പോവുക, അത്രയല്ലേ ഉള്ളൂ. അതിൽ നിന്നാണ് നമ്മളൊരു വിന്നറിനെ കണ്ടെത്തുന്നത്. ആ വിന്നറെ കണ്ടെത്തുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് വേറൊരു ഇതും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് എനിക്ക് ഒന്ന് പ്രൂഫ് ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വെപ്രാളം എടുക്കുന്നുണ്ട്, കാരണം ഞാൻ പറയുന്ന പോയിന്റ് എനിക്ക് ഇതിലോട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നുള്ള ഒരു വെപ്രാളത്തിലാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നത്. എനിക്ക് അറിയത്തില്ല ആ പോയിന്റ്സ് ഇതിലോട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇത് ഞാനൊരു ഗിവ് അവേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു വാച്ച് ആയിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു ബഹ്റൈനിൽ എങ്ങാണ്ടോ പോയപ്പോ അവിടെ നിന്ന് എന്റെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ള എന്റെ കൂട്ടത്തിലുള്ളതായിരുന്നു. പക്ഷെ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ട്. കണ്ടോ, ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഇതിനെങ്ങനെ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. ആക്ച്വലി ഞാനൊരു ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എന്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് എന്റെ കാര്യങ്ങൾ അറിയാലോ, ഞാൻ ഈ പറഞ്ഞ കണക്ക് എടുത്ത വീഡിയോ എന്നാ ഇടുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എപ്പോഴാണ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ ഇത് വാങ്ങിച്ചിട്ട് കുറെ നാളുകൾക്ക് ശേഷമുള്ള ഞാൻ ആ ഗിവ് അവേ കൊടുക്കുന്നത്. അപ്പൊ ഇത് ഞാൻ നോക്കുമ്പോഴത്തേ ഇത് ഇങ്ങനെയൊക്കെ ആയിട്ട് കിടക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഞാൻ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടാണ് എടുത്തത്. ഇത് ഇങ്ങനെ ഒരു ടാഗിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും അത് ആ ടാഗ് കൂടെ അങ്ങനെ എടുത്ത് വരുന്നതല്ലേ. പിന്നെ ഞാൻ തൊട്ടിട്ടില്ല, എടുത്ത് നോക്കുമ്പോൾ ഈ ഡാമേജ് വന്നിട്ട് ഞാൻ ഈ സാധനം മാറ്റിയിട്ട് വേറൊരു വാച്ച് ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ആ ഗിവ് അവേന്റെ കൂടെ ഞാൻ വച്ചു കൊടുത്തത്. എനിക്ക് വേണമെങ്കിൽ ഈ സാധനം ഇതുപോലെ ആ ഗിവ് അവേയിൽ വെച്ചു കൊടുത്ത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കാം. പക്ഷെ ഞാൻ അത് ചെയ്തിട്ടില്ല. എന്നിട്ട് ആ ഗിവ് അവേ കിട്ടിയിട്ടുള്ള ആള് വന്നിട്ട് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സാധനം ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സാധനങ്ങൾ കിട്ടിയതിന്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്റെ പിന്നെ ഒരു മാസം 2 മാസം 3 മാസം കഴിഞ്ഞ ശേഷം എനിക്കൊന്ന് കമന്റ് ഇടുന്നുണ്ട്, എല്ലാം കൊള്ളായിരുന്നു. പിന്നെ എന്തോ പേഴ്സിന്റെ എന്തിന്റെയൊക്കെ സോറി ബാഗിന്റെ പിന്നെ ബാഗ് ഡാമേജ് ആയി, കളർ പോയി, എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ ബാഗ് എല്ലാവർക്കും അറിയാലോ ക്ലോത്തിലതാണ്, അതിൽ എംബ്രോയിഡറി വരുന്നതാണെന്നുള്ളത്. അപ്പം അതിൽ എന്താണ് ഒരു ക്ലോത്തിൽ ഇപ്പം എന്താണ് പൊടിഞ്ഞു പോകാനുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ പേഴ്സും അതുപോലെ തന്നെയാണ്, അങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു സാധനമൊന്നുമല്ല. പിന്നെ ഡാമേജ് ആവാന്ന് പറഞ്ഞ വാച്ചാണ്. വാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ചെയിനിന്റെ ഒരു വാച്ചാണ് വന്നിട്ടുള്ളത്. നമ്മൾ അഡ്ജസ്റ്റബിൾ ആണ്, വലിച്ചു നീട്ടി ഞാൻ ഇങ്ങനെ പൊക്കിയിട്ട് കാണിച്ചിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴും ആ ഒരു സാധനം, പിന്നെ ഒരു സ്പ്രേ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മാഗ്നറ്റിന്റെ ഒരു ചെറിയൊരു സുവിനിയർ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിങ്ങനെ പറയുമ്പോൾ ഭയങ്കര വിഷമമായിട്ടുണ്ട്. അപ്പം ആ കുട്ടി പറയുന്നുണ്ട് ഇങ്ങനെ കുറെ സാധനം കൊടുക്കാണ്ട് നല്ല ക്വാളിറ്റി ഉള്ള എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ള സാധനം എനിക്ക് അങ്ങനത്തെ എത്രയോ ഗിവ് അവേ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്റെ ചാനലിൽ. പക്ഷെ ഇന്ന് വരെയ്ക്ക് ആരും വന്നിട്ട് എന്റെ അടുത്ത് അത് ചീത്തയായി പോയി, അത് കൊള്ളത്തില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ പോയി. ഞാൻ അതിൽ ഒരു ഐറ്റം അല്ല നിങ്ങൾക്ക് തരുന്നത്, ഒരുപാട് ഐറ്റംസ് ചേർന്ന് നമ്മൾ ഒരു കോംബോ ആയിട്ടാ കൊടുക്കുന്നേ. അപ്പൊ അതിൽ ഒരു സാധനത്തിന് എന്തെങ്കിലും ഒരു ഇത് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് വെറുതെ ഇല്ലടോ കിട്ടുന്നത്. അപ്പം എനിക്കെന്തോ അത് വിഷമമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് 2000-3000 രൂപയുടെ വേർത്ത് ഉണ്ട്. നമ്മൾ എല്ലാ ഗിവ് അവേസിനും അങ്ങനെ ഒരു മിനിമം ഒരു 2000 രൂപയുടെ അകത്താണ് നമ്മൾ ഗിവ് അവേ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ വീണ്ടും നിങ്ങൾ എന്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ് കുറച്ചുകൂടെ ക്വാളിറ്റി മീൻസ് വീണ്ടും പ്രൈസ് ഹൈ ആവുകയാണ്. അപ്പൊ ആ പ്രൈസ് ഹൈ ആവുന്നതിൽ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. കാരണം ഈ ഒരൊറ്റ ഗിവ് അവേ കൊടുത്ത് ഞാൻ നിർത്തല്ല ചെയ്യുന്നത്, ബാക്ക് ടു ബാക്ക് നമ്മൾ ഗിവ് അവേ കൊടുക്കുകയാണ്. പക്ഷെ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടേണ്ടതല്ലേ. നമുക്ക് എന്താ അത് കിട്ടാത്തത്, നമ്മൾ അതിന് ഡിസേർവിംഗ് അല്ലേ. നിങ്ങളും അർഹിക്കാതാണോ തരുന്നത് കണ്ടുകൊണ്ട് ഞാനിപ്പോ കുറച്ച് റൂൾസ് ഒക്കെ ഇപ്പൊ എന്റെ ചാനലിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി കൊടുക്കുന്ന ഗിവ് അവേസിൽ ഞാൻ നോക്കും. ലാസ്റ്റ് ടൈം ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ പറയുന്ന വ്യക്തികൾ ആ ഗിവ് അവേ വീഡിയോക്ക് ശേഷം 10 വീഡിയോകൾ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് ഒന്നും ഇവരുടെ ആരുടെയും കമന്റ് ഇല്ല. രാത്രി കുത്തിരുന്ന് ചെക്ക് ചെയ്തു ഈ പറയുന്ന 2 വ്യക്തികൾ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് പോലും അവരുടെ 2 പേരുടെയും വന്നിട്ടില്ല, ഒരു കമന്റിലും വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഉറപ്പിച്ചൊരു കാര്യമാണ്, നെക്സ്റ്റ് ഞാൻ ഗിവ് അവേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഗിവ് അവേയിൽ ഞാൻ ഈ വിന്നറിനെ അഥവാ ഞാൻ എടുക്കുന്ന സമയത്ത് ഒരു 3-4 വിന്നറിനെ ഞാൻ നോക്കി വെച്ചിട്ട് ഇവരുടെയൊക്കെ കമന്റ് എത്ര വീഡിയോയിലുണ്ട് ഞാൻ എല്ലാ വീഡിയോ ചെക്ക് ചെയ്യും. ഞാൻ ഒരു ഗിവ് അവേ കൊടുക്കുമ്പോൾ ഞാൻ എന്തായാലും എന്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പൊ പിന്നെ മിനിമം ഞാൻ ഈ പൈസ ഇട്ട് വാങ്ങിക്കുന്ന സാധനം പോകുന്ന ആൾക്കാർ അത് കിട്ടാൻ വേണ്ടി അർഹിക്കുന്നുണ്ടെന്നെങ്കിലും ചെക്ക് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഇനി മുതൽ എന്റെ ഗിവ് അവേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ ജെന്യൂൻ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് അത് അവർക്ക് കിട്ടുക. ഇല്ലാതെ കളിച്ച് നിൽക്കുന്നതും അല്ലെങ്കിൽ ഗിവ് അവേ സീസണ് അനുസരിച്ച് മാത്രം ഓരോ പ്രൊഫൈലിൽ പോയിട്ട് ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഗിഫ്റ്റ് അടിച്ച് എടുക്കുക, ഇതിലെന്താണോ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക്
നിങ്ങൾക്ക് തന്നെ ഒരു ഉൾക്കുത്ത് വരുന്നില്ലേ? ഈ ഗിവ് സാധനങ്ങൾ വാങ്ങിച്ചെടുത്തിട്ട് പിന്നെ അവരിങ്ങനെ തൂത്തുപറക്കി കളയുമ്പോഴത്തേക്കും എനിക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്കത് കൊടുക്കണ സമയത്തുള്ള സന്തോഷമൊന്നും ഇപ്പൊ എനിക്കില്ല. എനിക്ക് ആദ്യം കൊടുത്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അതിനുശേഷം പല ആൾക്കാർ, പിന്നെ ഞാനൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഈ പറഞ്ഞ കണക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ആ വീഡിയോസിന് കമന്റ് ഇല്ല, അവരുടെ ഇന്ററാക്ഷൻസ് ഇല്ലെങ്കിൽ പിന്നെ അത് അവർ ഡിസേർവ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് കൊടുക്കാത്തത്. ഞാൻ അവരെ പാടെ കുറ്റം പറയുന്നതല്ല. ഇതൊക്കെ ഒരു മിനിമം ബേസിക് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ആണ്. അത് നിങ്ങളാണ്, ഞാൻ പറയാതെ ചെയ്യേണ്ടത്. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ വിന്നേഴ്സിനെ ഞാൻ എന്തായാലും ഈ സൈഡിൽ കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ലാസ്റ്റിൽ അറ്റാച്ച് ചെയ്യാം ആ 2 വിന്നർ ആരാന്നുള്ളത്. അപ്പം ലൈവ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് അഡ്രസ് എന്റെ ഇൻസ്റ്റാഗ്രാമിലോട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ. പിന്നെ എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്ത് കാണിക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചതാണ്. ഇനിയിപ്പോ എന്തായാലും ഞാൻ ഈ വീഡിയോക്കകത്ത് അത് കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോന്റെ ലെങ്ത് കൂടി പോകും. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം അധികം സാധനങ്ങളുണ്ട്. അപ്പം എനിക്ക് സമയവും അത്ര ഇല്ല. ബിക്കോസ് എനിക്ക് കുക്ക് ചെയ്യണം. ഇത്ര ലേറ്റ് ആയി പോകുന്നു ഞാൻ വിചാരിച്ചില്ല. എന്റെ മടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ വ്ലോഗ് പോലെ എടുക്കാൻ അത്ര മടി പിടിച്ചിട്ട് ഞാൻ എന്നും വിചാരിക്കും പറച്ചു എനിക്കത് പറയണം. കാരണം ഇത്ര ദിവസവും ആ വിന്നറിന് നമ്മൾ അനൗൺസ് ചെയ്തിട്ട് എന്നിട്ട് ഇതുവരെയ്ക്കും ഞാൻ അവരുടെ അടുത്ത് അഡ്രസ്സും വാങ്ങിച്ചിട്ട് അയച്ചു കൊടുത്തില്ല. ഇനി ഓരെന്ത് വിചാരിക്കും, എനിക്ക് ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. കാരണം ഞാൻ എന്റെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയിട്ടാണ് ഞാൻ ആ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. സ്റ്റിൽ അതോ ഞാൻ നാട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഇനി ചെയ്യാൻ പോകുന്ന ഗിവവേന്റെ സാധനങ്ങൾ പോലും പാക്ക് ചെയ്തിട്ട് ഞാൻ എന്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതേതാണോ ആ വിന്നർ വരുന്ന ആ സമയത്ത് അഡ്രസ്സ് അയച്ചു കൊടുത്തിട്ട് ഞാൻ അവരെ കൊണ്ടാണ് അയപ്പിക്കുന്നത്. ഇതിന് മുന്നേയും ഉണ്ടായിരുന്ന ആ ചോക്ലേറ്റിന്റെ പോലും ഞാൻ അവരുടെ അടുത്താണ് കൊടുത്തിട്ട് അവരാണ് അത് അയച്ചത്. ഞാൻ ഈ പറഞ്ഞ കണക്ക് നാട്ടിലില്ലെങ്കിലും ഞാൻ പ്രോമിസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. പക്ഷെ ഇതിൽ എനിക്കൊരു പിഴ പറ്റിപ്പോയെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അത് ചെക്ക് ചെയ്യാണ്ട് ഞാൻ വിന്നറിനെ കണ്ടെത്തി. അതെന്റെ മിസ്റ്റേക്ക് ആണ്. എന്റെ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ തിരുത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക. ഓക്കെ, ഇത് ഞാൻ പിടിച്ച് വാങ്ങിച്ച് എന്റെ വീഡിയോസിന് കമന്റ് ചെയ്യണം എന്ന് പറയുന്നതല്ല. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കമന്റ് ഇടണമെങ്കിൽ കമന്റ് ഇടാം, ലൈക്ക് ഇടണമെങ്കിൽ ലൈക്ക് ഇടാം. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ വിന്നറിനെ കണ്ടെത്തുമ്പോൾ ഞാൻ അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും ഇനി മുതൽ കണ്ടെത്തുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ഇതിന്റെ വിന്നേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ സെലക്ട് ആയിട്ടുള്ള വിന്നേഴ്സും കാര്യങ്ങളൊക്കെ. ഇവര് എത്രയും പെട്ടെന്ന് എന്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ജന്ന ഷെസു എന്നാണ്. വിത്തിൻ 2 to 3 ഡേയ്സിന്റെ ഉള്ളിൽ ഇവർ എനിക്ക് അഡ്രസ് അയച്ചു തരാം. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇനിയുള്ള ഗിവ് അവേസ് എന്ന് പറയുമ്പോൾ ഇനി വൈകിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ആ സാധനങ്ങൾ ചീത്തയെ പോലെ സാധനങ്ങളൊന്നും അല്ല. എന്നിരുന്നാൽ പോലും അത് എനിക്ക് ഒഴിവാക്കിയിട്ട് വേണം പുതിയ ഗിവ് അവേസിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും യോഗ്യതയുള്ളത്. എന്റെ വീഡിയോസ് കണ്ടിരുന്ന എല്ലാവരുടെ താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ഓക്കെ, ബൈ ബൈ.